നമസ്കാരം. പെരുമ്പാവൂരിലെ മുടിക്കലിൽ പ്ലൈവുഡ് കമ്പനിയിൽ മോഷണം ആരോപിച്ച് അതിഥി തൊഴിലാളിയെ സംഘം ചേർന്ന് തല്ലിക്കൊന്നു. 6 അതിഥി തൊഴിലാളികൾ കസ്റ്റഡിയിൽ. അസം സ്വദേശികളായ അലാവുദ്ദീൻ, മിനാരുൾ, സാക്കിർ ഹുസൈൻ, ഹബീസുദ്ദീൻ, ഹസൻ അലി, മുസമ്മിൽ എന്നിവരാണ് പെരുമ്പാവൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. പ്രതികൾ താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് ഇയാൾ മൊബൈൽ ഫോണുകൾ എടുക്കുന്നത് കണ്ടുവെന്നാരോപിച്ചാണ് മർദ്ദനം. മരത്തടിയുടെ റോളർ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചു. ഇയാളുടെ പല്ലും തലയും മർദ്ദനത്തിൽ തകർന്നു. ശബ്ദം കേട്ട് പുറത്തുനിന്ന് ആളുകൾ മുറിയിലേക്ക് വന്നപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. ചൊവ്വാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 2 ദിവസങ്ങളിലായി തൃശൂർ ജില്ലയിൽ ഹോം വോട്ടിംഗ് രേഖപ്പെടുത്തിയത് 5836 പേർ. 85 വയസ്സ് പൂർത്തിയായവർ, ഭിന്നശേഷിയുള്ള വോട്ടർമാർ എന്നിവരാണ് വോട്ട് ചെയ്തത്. തൃശൂരിലെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന ഹർജിയിൽ സുരേഷ് ഗോപി എംപിക്ക് തിരിച്ചടി. സുരേഷ് ഗോപിക്കെതിരായ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച് കോടതി. രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് പോലീസ്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 2 ദിവസങ്ങളിലായി തൃശൂർ ജില്ലയിൽ ഹോം വോട്ടിംഗ് രേഖപ്പെടുത്തിയത് 5836 പേർ. 13 മണ്ഡലങ്ങളിലായി 85 വയസ്സ് പൂർത്തിയായവർ, വോട്ടർ പട്ടികയിൽ ഭിന്നശേഷി മാർക്ക് ചെയ്തും 40%-ലധികം ഭിന്നശേഷിയുള്ളതുമായ വോട്ടർമാർ എന്നിവരാണ് വോട്ട് ചെയ്തത്. മാർച്ച് 30-ന് 2907 പേരും ഇന്നലെ 2929 പേരുമാണ് വോട്ട് ചെയ്തത്. 2 പോളിംഗ് ഉദ്യോഗസ്ഥർ, 1 മൈക്രോ ഒബ്സർവർ, പോലീസ് ഉദ്യോഗസ്ഥൻ, വീഡിയോഗ്രാഫർ എന്നിവരടങ്ങുന്ന സംഘമാണ് വീടുകൾ സന്ദർശിച്ച് വോട്ടുകൾ രേഖപ്പെടുത്തിയത്. ജില്ലയിൽ ആകെ റിസർവ് ഉൾപ്പെടെ 192 ടീമുകളാണ് ഹോം വോട്ടിംഗിനായി രൂപീകരിച്ചത്. വോട്ട് ശേഖരിക്കുന്നതിനായി വീട്ടിലെത്തുമ്പോൾ വോട്ടർ വീട്ടിലില്ലെങ്കിൽ മുൻകൂട്ടി അറിയിച്ച് ഒരിക്കൽ കൂടി സന്ദർശനം നടത്തും. 6 വരെ ഹോം വോട്ടിംഗ് തുടരും. മീഡിയ ടൈം, തൃശൂർ. തൃശൂരിലെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന ഹർജിയിൽ സുരേഷ് ഗോപി എംപിക്ക് തിരിച്ചടി. സുരേഷ് ഗോപിക്കെതിരായ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ ഉപഹർജി കോടതി തള്ളുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളാനാവില്ലെന്നും സുരേഷ് ഗോപി വിചാരണ നേരിടണമെന്നും ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെതാണ് ഉത്തരവ്. AIYF തൃശൂർ ജില്ലാ പ്രസിഡന്റാണ് ഹർജിക്കാരൻ. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതവികാരം ഇളക്കിവിട്ടും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഇത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. എന്നാൽ ഈ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ വാദം തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വിചാരണയുമായി മുന്നോട്ടു പോകാൻ ഉത്തരവിട്ടത്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചത്. മീഡിയ ടൈം, കൊച്ചി. യുവനടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചു കോടതി. രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സംഭവം നടന്ന കാരവാൻ തിരിച്ചറിയണമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. തനിക്കെതിരായ പരാതി വ്യാജമാണെന്നും പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയാണെന്നും ജാമ്യാപേക്ഷയിൽ രഞ്ജിത്ത് പറയുന്നു. നിരവധി ശത്രുക്കൾ ഉണ്ടെന്ന് വ്യക്തമാക്കിയ രഞ്ജിത്ത് നടി ICCക്ക് മുന്നിൽ പരാതി നൽകിയില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു. ആരോഗ്യസ്ഥിതി മോശമാണ്, ബലം പ്രയോഗിക്കാനുള്ള ശാരീരിക കരുത്തില്ല, ജാമ്യം നൽകണമെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നുമാണ് ജാമ്യാപേക്ഷയിൽ രഞ്ജിത്ത് വ്യക്തമാക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് സെറ്റിൽ ഈ മാസം ജനുവരിയിൽ യുവനടിക്ക് നേരെ കാരവാനുള്ളിൽ വെച്ച് രഞ്ജിത്ത് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്. സംവിധായകനും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. രക്ഷപ്പെടാനുള്ള ഒരു അവസരം ആണെന്ന് നമുക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ടീം ബേസിക്കലി ബാക്കി ജില്ലകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഡീറ്റെയിൻ ചെയ്യാൻ പറ്റിയത്. എല്ലാം തെളിയുമെന്നായിരുന്നു സബ് ജയിലിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിന് തൊട്ടുമുമ്പ് രഞ്ജിത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മീഡിയ ടൈം, കൊച്ചി. വാണിജ്യ LPG വില കുത്തനെ കൂട്ടി കമ്പനികൾ. LPG ക്ഷാമം നിലനിൽക്കെയാണ് കമ്പനികൾ വില വർദ്ധിപ്പിച്ചത്. ഡൽഹിയിൽ വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന് 195 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഡൽഹിയിൽ 19 കിലോയുടെ വാണിജ്യ LPG സിലിണ്ടറിന്റെ വില 2078 രൂപ 50 പൈസയായി ഉയർന്നു.
5 കിലോ ഭാരം വരുന്ന ചെറിയ സിലിണ്ടറുകളുടെയും വില കൂട്ടിയിട്ടുണ്ട്. 51 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ 19 കിലോയുടെ വാണിജ്യ LPG സിലിണ്ടറിന് 114 രൂപ 5 പൈസ കൂട്ടിയിരുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ് വീണ്ടും വില വർദ്ധിച്ചത്. പുതുതായി പ്രാബല്യത്തിൽ വന്ന വില നിലവാരം അനുസരിച്ച് കൊൽക്കത്തയിൽ സിലിണ്ടറിന്റെ വിലയിൽ 218 രൂപയുടെ വർധനവുണ്ടായി. കേരളത്തിലെ പുതിയ വില 2092 രൂപയാണ്. ഇതോടെ ഹോട്ടലുകളിൽ ഭക്ഷണത്തിന്റെ വില കൂട്ടാനുള്ള സാധ്യതയേറി. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. ന്യൂസ് ഡെസ്ക് മാള. എടവിലങ്ങ് കാരാക്കടപ്പുറം സ്വദേശിയുടെ മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച കേസിൽ എറണാകുളം സ്വദേശി അറസ്റ്റിൽ. ചേരാനെല്ലൂർ തേലക്കാട്ടിൽ വീട്ടിൽ സന്തോഷ് എന്നയാളെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എടവിലങ്ങ് കാരാക്കടപ്പുറം സ്വദേശി റൻസിൽ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പൾസർ മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച കേസിലാണ് നടപടി. ഏകദേശം 20,000 രൂപ വിലമതിക്കുന്നതാണ് വാഹനം. കളമശ്ശേരിയിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി പിടിയിൽ. എലൂർ സ്വദേശി വിപിനാണ് അറസ്റ്റിലായത്. മാലിക് ഷോപ്പിന് സമീപം ഇടവഴിയിലായിരുന്നു അതിക്രമം. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു യുവതി. പ്രതി തടഞ്ഞു നിർത്തി ഉപദ്രവിക്കുകയായിരുന്നു. തുടർന്ന് യുവതി നൽകിയ പരാതിയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 2 ദിവസങ്ങളിലായി തൃശൂർ ജില്ലയിൽ ഹോം വോട്ടിംഗ് രേഖപ്പെടുത്തിയത് 5836 പേർ. 85 വയസ്സ് പൂർത്തിയായവർ, ഭിന്നശേഷിയുള്ള വോട്ടർമാർ എന്നിവരാണ് വോട്ട് ചെയ്തത്. തൃശൂരിലെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന ഹർജിയിൽ സുരേഷ് ഗോപി MP-ക്ക് തിരിച്ചടി. സുരേഷ് ഗോപിക്കെതിരായ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച് കോടതി. രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് പോലീസ്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.